ഗായ്സ്, ഇന്ന് നമ്മൾ അക്രിലിക് റെസിൻ ഫോട്ടോ ഫ്രെയിം ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഓരോന്നും ചെയ്യാന്നുള്ളത് നോക്കാം. ഞാൻ ഇത് സ്റ്റാൻഡിൽ വെക്കുന്നത് കൊണ്ട് മുമ്പിൽ വെച്ച അതേ പിക്ക് തന്നെയാണ് ബാക്കിലും വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റെസിനോട് ചെയ്യുമ്പോൾ ആദ്യം ഞാൻ കുറച്ച് പ്രിക്കോഷൻസ് ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ ഗ്ലൗസും മാസ്കും ഒക്കെ ധരിച്ചിട്ട് എന്ത് ചെയ്യാം. പിന്നെ നമ്മളുടെ റെസിൻ പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞാൽ കട്ടയായി പിടിക്കുമ്പോൾ നമ്മളുടെ നേരിട്ട് നിലത്തോ മേശയിലോ ഒക്കെ വെക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ എന്തെങ്കിലും ന്യൂസ് പേപ്പറോ ക്ലോത്തോ ഒക്കെ വെക്കുക. അതിലും ആയി കഴിഞ്ഞാൽ തൊട്ടി നിൽക്കും. സോ ന്യൂസ് പേപ്പർ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഷീറ്റ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മോൾഡ് ഒന്നും ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ആ ഒരു ഷീറ്റ് ഉപയോഗിച്ച് മാത്രമാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ആ റെസിൻ ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഷീറ്റ് തന്നെ ലേസർ പ്രിൻ്റ് ആണ് കേട്ടോ സംഭവം വരുന്നത്. അത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ 4 സൈഡും ഈ വീഡിയോയിൽ കാണുന്ന പോലെ വൃത്തിയായിട്ട് മടക്കി ഗ്യാപ്പ് ഒന്നും പോകാതെ ബാക്കിൽ സെല്ലോ ടേപ്പ് വെച്ച് കവർ ചെയ്തിട്ട് അതിലോട്ട് നമ്മൾ റെസിൻ ഒഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ പിക്കിൽ എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ അതിൽ 4ാമത് നിൽക്കുന്ന ആളെ നമ്മൾ ഈ ഒരു പിക്കിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫോണിൽ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ആവശ്യത്തിനുള്ള എൻഹാൻസ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് മറ്റേ ക്ലാരിറ്റി ഒക്കെ കൂട്ടിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്ത് പ്രിന്റ് എടുത്തിട്ടുള്ളത്. സൈസൊക്കെ സെറ്റ് ആക്കിയതിന് ശേഷം അപ്പോൾ എത്ര സൈസാണ് ഞാൻ സെറ്റ് ആക്കിയത്, അങ്ങനെ 2 പിക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം സ്റ്റാൻഡിൽ വെക്കുമ്പോൾ ടേബിളിലൊക്കെ വെച്ച ബാക്കിൽ നിന്ന് കാണുമ്പോഴും വലിയ മോശം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ എന്ത് ചെയ്യാം, നമ്മൾ ആദ്യം മടക്കി വെക്കുകയാണ് ചെയ്യേണ്ടത്. സോ ഇവിടെ ഞാൻ 200 ഗ്രാം റെസിനും 100 ഗ്രാം ഹാർഡ്നറും കൂടി വരുന്ന ഒരു പാക്ക് 500 താഴെ റേറ്റ് തന്നെ. എനിക്കിത് ഏകദേശം 470 രൂപയാണ് ആയിട്ടുള്ളത്. അതാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളുടെ ഔൺസ് കുപ്പിയില്ലേ, ഔൺസോ അല്ലെങ്കിൽ അളവ് കോല്, മില്ലി ലിറ്ററിലൊക്കെ കിട്ടുന്ന കോല് പാത്രം പോലെയുള്ളത്. പിന്നെ ഒരു സ്റ്റീൽ ഗ്ലാസ് അത് ഇളക്കാനായിട്ട് ഒരു നമ്മളുടെ ഐസ്ക്രീം കോലൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഏത് പാത്രം, നമുക്ക് സ്റ്റീൽ കുറച്ച് ഹാർഡായിട്ടുള്ള ഏത് പാത്രം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഏത് വേണമെങ്കിലും പേപ്പർ കപ്പൊക്കെ യൂസ് ചെയ്യാം. പിന്നെ എന്താ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഇത് അവിടെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുക, നന്നായിട്ട് ക്ലീൻ ആക്കിയാൽ മതി. ഓക്കെ. പിന്നെ ഈ ഓരോ റെസിൻ്റെ ഇത് വാങ്ങുമ്പോൾ അതിന് വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു പെട്ടിയിൽ ആ ഒരു ഇത് വാങ്ങുന്ന ആ ബോക്സിൽ അതിൽ എഴുതിയിട്ടുണ്ടാവും എത്ര റേഷ്യോയിലാണ് ഓരോന്നും എടുക്കേണ്ടത്. ഇപ്പം എനിക്ക് തന്നതിൽ റെസിന് 2:1 എന്നുള്ള റേഷ്യോയിലാണ് വരുന്നത്. അപ്പം ഞാൻ ഹാർഡ്നർ എത്രയാണോ എടുക്കേണ്ടത് അതിൻ്റെ ഇരട്ടി ഞാൻ റെസിന് എടുക്കണം. പിന്നെ പാത്രമൊക്കെ എന്ത് ചെയ്യുക, അതിൻ്റെ ആ കുപ്പീൻ്റെ മുകളിൽ അടുപ്പൊക്കെ എന്ത് ചെയ്യുക, നമ്മളൊരു കത്തിയൊക്കെ വെച്ചോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ കത്രിക ഉപയോഗിച്ചിട്ടാണ് തുറന്നെടുത്തത്. അങ്ങനെ തുറന്നെടുത്ത് ആ പാകത്തിൽ ആദ്യം റെസിനോ ഹാർഡ്നറോ എന്ത് വേണമെങ്കിലും ഒഴിക്കാം. അതൊരു ഗ്ലാസ്സിലോട്ട് രണ്ടും അതിൻ്റെ കറക്റ്റ് അളവ്, എപ്പോഴും കറക്റ്റ് പ്രൊപ്പോർഷൻ ആവാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് ഇപ്പോൾ ചിലതിൽ 12 മണിക്കൂർ വെക്കണം ഒന്ന് കട്ട് ചെയ്യണമെങ്കിൽ, ചിലതിൽ 24 മണിക്കൂറും. പിന്നെ 12 മണിക്കൂർ കഴിഞ്ഞാൽ കുറച്ചൊരു ഒട്ടൽ വരുന്നതുകൊണ്ട് ഞാൻ 24 മണിക്കൂറാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ. പിന്നെ നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് 5 മിനിറ്റ് ടു ഒരു 8 മിനിറ്റോളം സ്ലോ ആയിട്ട് മെല്ലെ ഇളക്കി കൊടുക്കുക. നമ്മൾ എടുത്ത റെസിന് നന്നായിട്ട് സ്ലോ ആയിട്ട് ഇളക്കി കൊടുക്കുക. ചിലപ്പോൾ അതിൽ ബബിൾസ് കാണാം, നോ ഇഷ്യൂ, അതിനൊക്കെ വേറെ വഴിയുണ്ട്. എന്തായാലും അതൊരു അത്യാവശ്യം ഒരു ക്ലിയർ കിട്ടുന്നവരെ ഇളക്കി എടുക്കുക. എന്നിട്ട് 10 to 15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് 20 മിനിറ്റ് ആയാലും കുഴപ്പമില്ല. കാരണം അതിലുള്ള ബബിൾസ് ഒരു 3/4 ഭാഗം പോയി കഴിഞ്ഞാൽ, ഉണ്ടെങ്കിൽ ബബിൾസ് 3/4 ഭാഗം പോയതിൻ്റെ ശേഷം അതെന്ത് ചെയ്യുക, എവിടേക്കാണോ നമുക്ക് ഇടാനുള്ളത് അവിടേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി അതിനുശേഷം ഒഴിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ബബിൾസ് അതിൽ കാണാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ ഇവിടെ യൂസ് ചെയ്ത മെത്തേഡാണ് പറയുന്നത്. നമ്മുടെ ലൈറ്റർ അല്ലെങ്കിൽ മണ്ണെണ്ണ വിളക്ക് കത്തിക്കുക. ഓക്കെ. ലൈറ്ററൊക്കെ ഉണ്ടെങ്കിൽ അത് ആ മുകളിൽ കൂടെ അതിൻ്റെ അടുത്തേക്ക് എത്തിച്ചാൽ മതി, കൊണ്ടുവന്നാൽ മതി. നമ്മൾ കൈയും എല്ലാ സംഭവം ക്ലീൻ ആക്കാൻ വിചാരിക്കണം. കാരണം പൊടിയൊക്കെ വന്നാൽ പിന്നെ അവിടെ തന്നെ പറ്റി പിടിക്കും, പിന്നെ എടുക്കുമ്പോൾ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കോലം തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. എന്തായാലും ലൈറ്റർ ഉപയോഗിച്ച് അതിൻ്റെ അടുത്ത് പോയാൽ ബബിൾ തന്നാലെ പോയിക്കോളും. അപ്പോൾ അങ്ങനെ നമുക്ക് ബബിൾ ഫ്രീ ആയിട്ട് ക്ലിയർ ആയിട്ടുള്ള സംഭവം കിട്ടും. പിന്നെ നമ്മൾ ഇത് ഏതിലോട്ടാണ് ഒഴിക്കുന്നത് അതെന്ത് ചെയ്യും, എപ്പോഴും നിരന്ന സ്ഥലത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇതിലോട്ട് ഒഴിക്കാൻ ശ്രമിക്കാം. അപ്പം ഞാൻ 12 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇത് എടുത്തൊന്ന് നോക്കുന്നുണ്ട്. അതിനുശേഷം ഇനി എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കണമെങ്കിൽ അളവൊക്കെ സെറ്റാക്കി വീണ്ടും ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഞാൻ ഏകദേശം 80-40 എന്നുള്ള അളവിലാണ് റെസിനും അതേപോലെ
ഹാർഡ്നറും എടുത്തിട്ടുള്ളത്. കാരണം അത്രയും സൈഡ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കുറച്ച് കൂടുതലായി എടുത്താലും കുഴപ്പമില്ല, കുറയാതെ എന്ത് ചെയ്യുക നോക്കുക. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾ ആ കട്ട് സൈഡൊക്കെ എന്ത് ചെയ്യുക, പേപ്പേഴ്സ് ഉള്ളതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിൻ്റെ വക്ക് ഞാൻ ഇതിൽ കട്ട് ചെയ്തിട്ടില്ല, കാരണം ഫസ്റ്റ് ടൈം ആയിട്ട് റിസ്ക് എടുക്കാനൊന്നുമില്ല. അല്ലെങ്കിൽ നമുക്ക് കട്ടർ ഇല്ല, നല്ല ഷാർപ്പായിട്ടുള്ള കട്ടർ, അത് ഉപയോഗിച്ചിട്ട് ആ പേപ്പറുള്ള ഭാഗം നല്ല വൃത്തിയായി വരച്ച് ചെത്തിക്കളയാൻ പറ്റും. ഓക്കെ, ആ കുറച്ച് നേരം എടുക്കേണ്ടി വരും, വരഞ്ഞ് കളയാൻ പറ്റുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് റെസിൻ ചെയ്തു. പിന്നെ ബാക്കിൽ ഞാൻ പിക്ക് ഒട്ടിച്ചു, കുറച്ച് പെയിൻ്റ് ഒക്കെ അടിച്ചിട്ട് ഒന്ന് വൃത്തിയാക്കി, ബാക്കിൽ ഒന്ന് വൃത്തിയാക്കി എടുത്തു. സ്റ്റാൻഡ് വെച്ച് വാങ്ങി വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഡിസൈൻ ഇഷ്ടമായോ? നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. ഇനി എന്തെങ്കിലും സജഷൻസ് തരാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.